പ്രിയപ്പെട്ട നമസ്കാരം. ലൈഫ് സ്റ്റോറിയിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടനാട് നിസാർക്കയാണ്. നമ്മുടെ ഈ നിസാർക്കയെ വെച്ചിട്ട് ഇന്ന് നമ്മളിങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാൻ കാരണം, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് വാസ്തവങ്ങളുടെ വിവരണം, അതായത് മാധ്യമ രംഗങ്ങൾ, അതായത് സത്യസന്ധമായ കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു സംഗതിയാണ് ഈ മീഡിയ അല്ലെങ്കിൽ പ്രസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിസാർക്ക കുറേ നാൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലുമായിട്ട് നമ്മുടെ സമൂഹമായിട്ടൊന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം എന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിസാർക്ക ഇന്ന് നമ്മുടെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസ്ഥ എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാകുകയാണ്. അപ്പം തീർച്ചയായിട്ടും അതിനൊരു അവസരം ഒരുക്കി തന്നത് മനാഫാണ്. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷമുണ്ട്. അതെപ്പോഴും നിലനിൽക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാല് ശരിക്കും മാധ്യമ പ്രവർത്തനം അത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട അതൊരു പാഷനാണ്. അപ്പം ആദ്യമൊക്കെ ഞാനിപ്പം നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഒച്ചാലുമുള്ള പ്രദേശങ്ങളിലൊക്കെ ശരിക്കും റോഡ് പണി അത് ഇതൊക്കെ നടക്കുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും കണ്ടാൽ അത് നമുക്ക് അനിഷ്ടകരമായ അല്ലെങ്കിൽ നാട്ടുകാർക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ നമ്മൾ എന്താണ് ആദ്യം പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ അന്നേരം എന്റെ കയ്യിൽ ഇങ്ങനെ മൊബൈൽ എടുക്കും, ഒരു ഫോട്ടോ എടുക്കും, കുറച്ച് വാർത്ത അത് കറക്റ്റ് ചെയ്തിട്ട് രാജു ഇടവട്ടയിൽ മനോരമയുടെ ലേഖകനാണ്. അപ്പൊ പുള്ളിക്ക് അയച്ചു കൊടുക്കും. അപ്പൊ മനോരമ അത് വാർത്ത ചെയ്തു. അപ്പം നമുക്ക് കൂടുതൽ ഇപ്പൊ മനോരമ പോലുള്ള ഒരു പത്രം നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ എടുക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിന് സംതൃപ്തിയാണ്. അവിടെ തൊട്ട് പിന്നെ ഞാൻ കൗമുദി കുറച്ച് ലേഖനങ്ങൾ എഴുതി, പിന്നെ ദീപിക, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം വാർത്തകളും ലേഖനങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ശരിക്കും മാധ്യമത്തിലേക്ക് വന്നത്. പക്ഷെ ആഗ്രഹം മാധ്യമത്തിൽ വരുന്നത് ഒരു ഏരിയയുടെ ലേഖകൻ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിനകത്ത് ചില വിഷമകരമായ അവസ്ഥകളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് എനിക്ക് നഷ്ടപ്പെടുകയായിരുന്നു ചെയ്തത്. രണ്ടുപേരെ ഉള്ളായിരുന്നു ഇന്റർവ്യൂവിന്. അതിൽ എന്നെ സെലക്ട് ചെയ്തു. വയലാർ ഗോപകുമാർ സാറായിരുന്നു സെലക്ട് ചെയ്തത്. തീർച്ചയായിട്ടും ഇന്റർവ്യൂവിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാണല്ലോ, ഒരാളെ ഇന്റർവ്യൂ ചെയ്ത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കുമല്ലോ എടുക്കുന്നത്. ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന തൊട്ടടുത്ത സമയത്ത് എൻ്റെ ഫോൺ കോൾ വരുന്നു. നമുക്കത് ഇല്ലാതാകുന്നു. കാരണം ആ കോൾ വന്നതിന് ശേഷം എന്നെ വിളിച്ചു നിർത്തിയിട്ട് പറയാണ്, പിന്നെ എന്തായാലും ഉടനെ വരില്ല, പിന്നെ എന്നുവെച്ചാൽ അടുത്ത മാസം തൊട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞാണ്. പക്ഷെ തൽക്കാലം ഞാൻ പറയാതെ ചെയ്യണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ആരോ അതാണല്ലോ നമ്മുടെ സമൂഹം. നമ്മുടെ തോളെ കൈയിടുന്ന ആളാണ്. ഇല്ലേ, ഇപ്പം ചിലർ പറയും രാപ്പനി കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാമെന്ന് പറയും. പക്ഷെ അതൊക്കെ ചുമ്മാതെ, കൂടെ കിടക്കുന്നവന് പോലും രാപ്പനി അറിയാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മുടെ സമൂഹം, അങ്ങനെയാണ് കുറേയൊക്കെ. അപ്പം പിന്നെ എന്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ എനിക്കിത് പിന്നെ നമ്മൾ പറയുമ്പം തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സാധനം ആകുമ്പോഴത്തേക്ക് നമുക്ക് നീണ്ടുപോകും കാര്യങ്ങൾ. എങ്കിലും ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ വീണ്ടും മാർക്കറ്റിങ്ങിലേക്ക് വിളിച്ചുകൊണ്ടാണ് മാധ്യമം പിന്നെ ഒരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂവിന് ക്ഷണിച്ചിരുന്നു, പോയി. പക്ഷെ എന്റെ ആഗ്രഹം എല്ലാം ശരിക്കും ബേസിക്കായിട്ട് നമ്മുടെ ആഗ്രഹം റിപ്പോർട്ടിങ് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ സപ്ലിമെന്റുകളും കാര്യങ്ങളും ഒക്കെ ചവറയെ ബേസ് ചെയ്തിട്ട് ചെയ്തിരുന്നു. ഇപ്പൊ പ്രാദേശിക സപ്ലിമെന്റ് എപ്പോഴും എഴുതുക എന്നുള്ളതിനോട് നമുക്ക് താല്പര്യമായി. അപ്പൊ എന്തായാലും കൊള്ളാം, എഴുതുന്നു. പലരും നമ്മളെ വിളിച്ച് സ്വകാര്യമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പം ഞാനിത് തുടർന്ന് പോകുമ്പം എനിക്കിത് എങ്ങും എത്തുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും മാധ്യമത്തിന്റെ കൊച്ചി ഏരിയയിൽ വർക്ക് ചെയ്തിരുന്നു. കൊച്ചിയിൽ നിന്ന് പിന്നെ ശരിക്കും തിരുവനന്തപുരത്തും വർക്ക് ചെയ്തിരുന്നു. ലാസ്റ്റ് ഞാനിത് വെച്ചൊഴിഞ്ഞു പോവുകയായിരുന്നു. പോയിട്ട് ഞാൻ ചെയ്തത് എനിക്ക് എന്റെ കാര്യങ്ങൾ തുറന്നെഴുതാൻ പറ്റിയത് ഇപ്പൊ നമുക്ക് പിന്നെ പ്രിന്റ് മീഡിയ, പിന്നെ അതുപോലെ വിഷ്വൽ മീഡിയ ഒക്കെ, പിന്നെ പ്രിന്റ് മീഡിയക്ക് പ്രാധാന്യം കുറഞ്ഞു വരികയും വിഷ്വൽ മീഡിയക്ക് പ്രാധാന്യം കൂടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എനിക്ക് സ്വന്തം വാർത്താ ചാനൽ അല്ലെ എനിക്ക് സ്വന്തമായിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ തെരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ഒരു ഫ്രീലാൻസ് വർക്കറായിട്ട് നല്ലൊരു പിന്നെ ന്യൂസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ സെൽഫിൽ സൃഷ്ടിച്ചെടുക്കുക ചെയ്ത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങി പുറപ്പെടുകയും പലതും നമ്മുടെ കണ്ണിൽ കാണുന്ന നന്മകളെ തിന്മകളെ ഒക്കെ വേർതിരിച്ചറിഞ്ഞ് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നിലവിലുള്ള അവസ്ഥയാണ് എനിക്കുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു മാധ്യമങ്ങൾ നോക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, എന്തെങ്കിലും സെലിബ്രിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പിടിപാടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് പണം കൊടുത്താൽ അവർ എന്തും എഴുതി ചേർക്കുന്ന ഒരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ സാധാരണ ഇപ്പൊ നിസാർക്ക അല്ലെങ്കിൽ ഞാൻ, അതേപോലെ നമ്മുടെ സമൂഹത്തിലുള്ള ചെറിയ ചെറിയ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ഡ്രീം ഉണ്ടായിരിക്കും. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെട്ടു പോകുന്ന പല സിറ്റുവേഷൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ അവരെ ഒന്നും പരിഗണിക്കാതെ ഒന്നേ മാർക്കറ്റിങ്ങിന്റെ പുറകിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ട് മീഡിയ അധംപതിക്കുന്ന അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സംശയമുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അല്ല, അത് ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഹാരിസൺ പോലുള്ള പിന്നെ ശരിക്കും പണ്ട് ഭൂമിയുടെ പാട്ടിന്റെ വിഷയങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് മാധ്യമമൊക്കെ നിലപാടുകളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ ഏതാണ്ട് 100 കോടിയോളം, അതായത് എത്രയോ എഡിഷനുകൾ സ്വന്തമായിട്ട് ഇടാവുന്ന രീതിയിൽ പിന്നെ നമുക്കത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു എനിക്ക് പറയാം, കാരണം ഒരു നന്മയായതുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്.
എന്നാൽ അതുപോലെ ഉപേക്ഷിച്ചിട്ട് ഉം. നിലപാടുകൾ വ്യത്യാസമില്ലാതെ വെള്ളം ചേർക്കാതെ പോയിരുന്ന ഒരു സ്ഥാപനമായിരുന്നു മാധ്യമം. പക്ഷെ ഇന്ന് ഞാൻ അതിനോട് അത്ര യോജിക്കുന്നില്ല. കാരണം അന്ന് നിലപാടുകൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം അങ്ങനെയുള്ള പത്രങ്ങളിൽ ആദ്യം കാണിക്കുന്ന ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, ഇപ്പം ഒരുപക്ഷെ സൈനോരെ പോലുള്ളവരെ കൊണ്ട് പിന്നെ മീഡിയ വന്റെ ഉദ്ഘാടനം നടത്താൻ പോയപ്പോൾ അതിന്റെ പോസ്റ്റർ അടിക്കുന്ന സമയത്ത് പോലും എന്നെ പോലുള്ള ഒരുപാട് പേര്, ഞാനാണ് ആദ്യം പറയുന്നത്, എനിക്ക് ധൈര്യത്തെ പറയാൻ പറ്റും. സൈനോരെ പോലുള്ളവർ അന്ന് അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയൊന്നുമല്ല. പിന്നെ ഈ മാധ്യമം എന്ന് പറയുന്നത് പത്രം ഈ പറഞ്ഞ കൂട്ട് പിന്നെ ഡാൻസോ അല്ലെ അതുപോലുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം കാണുകയും ഇതെല്ലാം ചെയ്യും, ഇതിനോടൊക്കെ കൂടുകയും ചെയ്യുന്നു. പക്ഷെ പറയുന്നത് പ്രവർത്തിക്കുന്ന രണ്ട് രീതിയാവുന്നത് കണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. എങ്ങനെ വേറൊന്നുമല്ല, നമുക്ക് ഇവർ പറയും, പലരും പറയത്തില്ല, ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ശരിക്കും അതിന്റെ പ്രാവർത്തിക തലത്തിലെത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, മാറ്റി ചെയ്യും, കുറച്ച് മസാലയും കൂടെ കയറ്റും, അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി. അല്ലാതെ വ്യക്തിപരമായിട്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് സൈനോരെയൊക്കെ. കാരണം എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഗീത മേഖലയിലൊക്കെ ഉള്ളവരാണ്. സൈനോരെയൊക്കെ വെച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം ലേഡീസിനൊക്കെ ഒഴിവാക്കി മുഖം ഈ പറഞ്ഞ എന്താണ് സ്ത്രീകളുടെ ഒരു ചിത്രം പോലും ഫ്രണ്ടിലേക്ക് വരുത്താത്ത അങ്ങനെയുള്ള കൺസെപ്റ്റിൽ വന്ന ഒരു പത്രം. അത് പിന്നെ ഏത് രീതി വേണമെങ്കിലും വളച്ചൊടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പോയി. ഫ്രണ്ടില് പിന്നെ ലേഡീസിന്റെ പിക്ചറൊക്കെ വെക്കുന്ന രീതിയിൽ വന്നു. അത് മാധ്യമം ഞാൻ പറഞ്ഞത്, ആരാണ് ഒരു നിലപാട് മാറ്റുന്നത്, ആ നിലപാട് തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്കത് പ്രശ്നമല്ല. നിലപാടുകൾ മാറ്റുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യും. പക്ഷെ നമ്മൾ അതിനേക്കാൾ മോശമായ നിലപാടുകളോട് താല്പര്യമുള്ള ആളായിരിക്കും. പക്ഷെ ആരായാലും അതൊരു നിലപാടെടുക്കുന്നയാൾ വ്യത്യാസം വരുത്തുമ്പോൾ നമുക്ക് ഒരിക്കലും നോക്കുന്നത് കാര്യം അത്രത്തോളം പവിത്രമായ ഒരു സംഭവമാണ്. കാര്യം നമ്മുടെ സമൂഹത്തിനിടയില് ഒരു മൈക്ക് കെട്ടി ചിലപ്പോൾ ഒരു ഇലക്ഷൻ ആണെങ്കിലും ഇപ്പൊ അതിന്റെ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ജോലിക്ക് പോയിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഈ ഒരു സാധനം 50 കൊല്ലമല്ല 100 കൊല്ലം കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇതിനൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ വാക്കുകൾ അതേപോലെ തന്നെ പാലിക്കാനും സത്യസന്ധമായി ആൾക്കാർക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈമിൽ ഇതൊക്കെ വീക്ഷിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു പ്രോസസ്സാണ് മീഡിയ. അപ്പൊ ആ മീഡിയയിലേക്ക് കുറച്ച് പൈസയ്ക്ക് വേണ്ടി കുറെ ആൾക്കാർ കുറെ ഫണ്ടൊക്കെ കൊടുത്തിട്ട് തന്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ, അതായത് കുറെ അവരുടെ പ്രസ്ഥാനങ്ങൾ വളർത്താനും മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് നമ്മുടെ ഭാരതം തമ്മിൽ തല്ലുന്ന ഒരവസ്ഥയിലേക്കാണ്. പച്ച നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരു മീഡിയ ആയിട്ട് സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ അത് നമ്മുടെ സ്വസ്ഥമായ നമ്മുടെ ഈ ഒരു സാഹോദര്യത്തിൽ വിള്ളൽ ചേർക്കുന്ന, അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും തടയിടാൻ ഇക്കാടെ ഒരു അഭിപ്രായത്തിൽ, ഇക്കാടെ ആ ഒരു മേൽനോട്ടത്തിൽ എന്തെങ്കിലും തടയിടാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ഞാനത് സോഷ്യൽ മീഡിയയുടെ കാര്യം പറയാം. തീർച്ചയായിട്ടും നമ്മൾ എത്രയോ സഹോദരങ്ങൾ നമ്മൾ വെളിക്ക് തോളെ കൈയിട്ടും ചായ മേടിച്ചു കൊടുത്തും ഫുഡ് കഴിച്ചില്ല അവർക്ക് അത് കൊണ്ടു കൊടുത്തും കാരുണ്യ പ്രവർത്തനങ്ങൾ മേഖലയായാലും ശരി, അല്ലാതായാലും എല്ലാം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, സോഷ്യൽ മീഡിയയുടെ ലോകത്തേക്ക് നമ്മൾ പെരയ്ക്കകത്ത് ഒതുങ്ങുമ്പോൾ, റൂമിലേക്ക് ഒതുങ്ങുമ്പോൾ, മൊബൈൽ എടുത്തു വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും വലിയ വർഗീയവാദികളുള്ള ഒരു സ്ഥലം വേറെ എവിടെയും കാണാനില്ല. അത് ഈ സോഷ്യൽ മീഡിയ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സോഷ്യൽ മീഡിയയിലുള്ള ഒരു വിദ്വേഷവും വെടിക്ക് കാണത്തില്ല. സോഷ്യൽ മീഡിയ വിദ്വേഷങ്ങളിൽ ഭയങ്കരമാണ്. പരസ്പരം എന്തൊക്കെ വിളിക്കാവോ, തള്ളയായിക്കോട്ടെ തന്തയായിക്കോട്ടെ ആരും ചീത്ത പറയാൻ പറ്റുന്ന വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഏരിയ ഞാൻ ഭയങ്കരമായിട്ട് നമുക്ക് മാനസികമായി ഭയങ്കര വിഷമം ഉണ്ടാകുന്നു. ഞാൻ ഇന്നലെ തന്നെ ഒരു സഹോദരി എന്തോ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇതുപോലെ എത്രയോ നല്ല സഹോദരങ്ങളുണ്ട്, പിന്നെ ഏതെങ്കിലും ആയിക്കോട്ടെ സമുദായത്തെ ക്രൂശിക്കുകയാണെങ്കിൽ ആ സമുദായത്തിൽ എത്രയോ നല്ല സഹോദരങ്ങളുണ്ട്, അവരുമായിട്ടെല്ലാം നമ്മൾ സഹകരിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എല്ലാവരെയും ഒരുമിച്ച് ക്രൂശിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ ആ സഹോദരിയോട് പിന്നെ പോസ്റ്റ് ഇട്ടത്, സഹോദരി ഇങ്ങനെ പറയാൻ ഒരാളിനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം എത്രത്തോളം നല്ലൊരു ലെവലിൽ എത്തുന്നു എന്നുള്ളതാണ്. അത് കേൾക്കുമ്പം നമ്മളൊരു കോരിത്തരിപ്പുണ്ടാകും. കാരണം നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരാൾ വീഴുമ്പം ആ വീണത് അന്ത്രമാനാണെങ്കിൽ എടുക്കാമെന്നല്ല ചിന്തിക്കുന്നത്, അഞ്ജനാക്ഷം പിള്ളയാണ് എടുക്കണ്ടെന്നല്ല ചിന്തിക്കുന്നത്. അങ്ങനല്ല, അത് എന്റെ ജീവിതത്തിൽ തന്നെയാണ്. കാരണം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് എന്നെ എടുത്തത് എന്റെ മതക്കാരല്ല. ഞാൻ തല പോസ്റ്റിൽ അടിച്ച് ഞാൻ പിന്നെ അമൃതയുടെ മുമ്പിൽ വീഴുമ്പോൾ എന്നെ എടുത്തത് ഹിന്ദു സഹോദരങ്ങളാ. ഒരമ്മയാണ് ഒരു തോർത്തെടുത്തിട്ട് എന്റെ തല കെട്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ അത്ര വൈകാരികമായി വേറൊരവസ്ഥ. ഇത്രയും സാഹോദര്യമുള്ള ഒരു നാടായിരുന്നു നമ്മുടെ ഈ കേരളം എന്ന് പറയുമ്പോൾ. അപ്പൊ വേറെ ഏത് കൺട്രീസിനെ വെച്ചിട്ട് നോക്കിയാലും നമ്മുടെ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാരതം അത്രയും സുന്ദരമായിരുന്നു. അതായത് സാഹോദര്യം, 3 മതങ്ങളും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം വരെ വാങ്ങാൻ കഴിഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നന്മയുള്ള ഒരു പ്രദേശത്തെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ മീഡിയകളൊക്കെ അത് വിറ്റുകൊണ്ട് വർഗീയത സൃഷ്ടിക്കുമ്പോൾ
അതിലുപരി തന്നെ നമ്മുടെ മക്കളൊക്കെ പിഴച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാര്യം ഈ മാധ്യമ മേഖല കൊണ്ട്, അതായത് അധർമ്മത്തിന്റെ പാതയിൽ ചിന്തിക്കുന്ന മാധ്യമ മേഖലകളുണ്ട്. ഒരുപാട് നല്ല മീഡിയകളുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബുകൾ നമ്മൾ നെറ്റ് ചാർജ് ചെയ്ത് കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകുന്ന ഒരു അന്തരീക്ഷം, ഒരു റീലിനും ലൈക്കിനും വേണ്ടിയിട്ട് എന്ത് ആഭാസങ്ങളും കാണിച്ചു കൂട്ടുന്ന ഒരുപാട് പ്രോസസ്സുകൾ ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. അപ്പൊ എന്തായാലും ഇക്ക ഈ മാധ്യമത്തിനോട്, ഇപ്പൊ ഇക്ക വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്കയുടെ ഡ്രീമാണ് ജനങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സേവനമാണ് മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ മീഡിയയിൽ ഇത്രത്തോളം നമ്മുടെ കുടുംബം നശിക്കാനും അല്ലെങ്കിൽ സമൂഹം നശിക്കാനായിട്ടും ഇതിനെ കച്ചവടവൽക്കരിക്കുമ്പോൾ ഇത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, അതായത് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഒരു മോശം വർഗീയമായ പോസ്റ്റുകൾ ഇടുന്നു, അതേപോലെ തന്നെ അഡൽട്ട് കണ്ടന്റുകൾ വരുന്നു. അപ്പൊ അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനും, അല്ലെങ്കിൽ ഈ പത്രത്തിലൊക്കെ ഒരു മോശമായ വാർത്തകൾ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് വിപത്താണ്, ഇല്ലേ? അതെ. ആണോ ഇക്കയുടെ അഭിപ്രായത്തിൽ അത് വിപത്താണ്? തീർച്ചയായിട്ടും. അപ്പൊ അതിനെ ഒന്ന് ഡിസ്കണക്ട് ചെയ്യാൻ നമ്മുടെ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ സൈബർ സെല്ലൊക്കെ മുൻകൈ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ വന്ന കാലഘട്ടത്തിൽ ഇല്ലേ? അങ്ങനെ അവർ എടുക്കാത്തത് എന്താണ്? അല്ല, തീർച്ചയായിട്ടും അതുണ്ടല്ലോ.